ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇപ്പം കുണ്ടറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞോളാം, നമ്മൾ അപ്പുണ്ണിയുടെ എൻഗേജ്മെൻറ്റ് ഡേ ആയി. ഇന്ന് അവൻ്റെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ അവൻ്റെ എൻഗേജ്മെൻറ്റിന് കൂടാൻ പോവാം. കുണ്ടറയിലാണ് സ്ഥലം. അപ്പോൾ ഞങ്ങൾക്ക് നേരെ കുണ്ടറയ്ക്ക് പോവാം. അവൻ്റെ വീട്ടിൽ പോകേണ്ടതായിരുന്നടാ. സോറിയുടെ അപ്പുണ്ണി. എന്നാ പറ്റിയെന്നറിയാമോ, ഞാൻ ഇന്നലെ ഒത്തിരി ലേറ്റായിട്ടാണ് കിടന്നത്. ഇന്നലെ എന്ന് വെച്ചാൽ ഇന്ന് കാലത്താണ് ഞാൻ കിടന്നത്, 4 മണിക്കാണ് കിടന്നത്. അതിന് മുമ്പേ നമ്മൾ സിവിൻ്റെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു ഓഫീസിൽ. അത് ചെയ്തതിന് ശേഷം എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് കിടന്നപ്പോൾ ഒത്തിരി സമയമായിപ്പോയി. അതുകൊണ്ടായിട്ടോ, ഒന്നും തോന്നില്ലടാ. അപ്പോൾ ഞങ്ങൾ നേരെ കുണ്ടറയ്ക്കാണ്. നിന്നെ വരവേൽക്കാൻ ഞങ്ങളവിടെ കണ്ടിരിക്കും. അപ്പോൾ നമുക്കിനി തുടർന്നുള്ള വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. ഞങ്ങളിപ്പം ആരൊക്കെയുണ്ട്? ജിബിനച്ചനുണ്ട്. ജിബിനച്ചൊരു ഹൈ കാണിക്കേ. ഹൈ. അതുപോലെ മമ്മിയുണ്ട്. മമ്മി ഒരു ഹൈ. ഓക്കെ, അപ്പോൾ നമ്മൾ തുടർന്നുള്ള വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ കാണിക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ കാണുന്നതാണ് കൊട്ടാരക്കര മെയിൻ ടൗൺ അല്ല ഇത്. കൊട്ടാരക്കര ഇച്ചിരി ഉള്ളിലോട്ട് മാറി. സ്ഥലത്തിൻ്റെ പേരെന്തുവാ? നിയർ SBT മാർക്കറ്റ് ജംഗ്ഷൻ കേട്ടോ. സോറി, ഇതാണ് മാർക്കറ്റ് ജംഗ്ഷൻ കേട്ടോ. മാർക്കറ്റ് ജംഗ്ഷൻ കൊട്ടാരക്കര കേട്ടോ. ഈ റോഡ് സ്ട്രെയിറ്റ് പോകുന്നത് കൊല്ലത്തോട്ടാണ് കേട്ടോ. കൊല്ലത്ത് എല്ലാവർക്കും അറിയാമായിരിക്കും കൊല്ലത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അത് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യും. നമ്മൾ കൊല്ലം മാത്രം എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നമ്മൾ പകുതി ആൾക്കാരുടെ ഒരു പ്രശ്നമാണ്. ഞങ്ങൾ കൊല്ലത്തുള്ള സാധനങ്ങൾ പകുതിയും കണ്ടിട്ടില്ല. എന്നാലും ഞാൻ ഉൾപ്പെടെ കേട്ടോ, എന്നാലും നമ്മൾ മറ്റ് സ്ഥലങ്ങളിലോട്ട് പോയി സ്ഥലങ്ങൾ കാണാൻ പോകും. എൻ്റെയൊക്കെ എന്താവശ്യം, കൊല്ലത്ത് ആവശ്യത്തിന് സ്ഥലങ്ങളുണ്ട്. നിങ്ങളെ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് അവിടെ എല്ലാം പോവാം. പിന്നെന്താ, നിങ്ങളെല്ലാവരും വർക്കലയ്ക്കൊക്കെ പോയി കാണുമല്ലോ. നമ്മൾ വർക്കലയിലൊക്കെ പോകും. ഞങ്ങൾ സ്ഥിരം വർക്കലയിൽ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ, വർക്കലയ്ക്ക് ഞങ്ങൾ പോയിട്ട് ഒരു ടൂറൊക്കെ ചെയ്യുമെന്ന്. പിന്നെന്താ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്കൊരു ഹോം ടൂർ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ കാർ ടൂറുണ്ട്. കാർ ടൂറൊക്കെ റീസെൻ്റായിട്ട് വന്നൊരു ട്രെൻഡായിട്ടോ. അപ്പോൾ നമ്മൾ കാർ ടൂറൊക്കെ ചെയ്യും. അതെന്ന് വെച്ചാൽ നമുക്ക് ടെക്നിക്കലി വലുതായിട്ട് അറിയാം, മെക്കാനിക്കലി നമ്മൾ ഭയങ്കര വീക്കാണ്. പക്ഷേ എന്നാലും നമുക്ക് വണ്ടി ഓടിച്ചാൽ പോരെ, ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ പോരെ. അതൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. എൻ്റെ ഇത് ഒരുപാട് ഡീറ്റെയിൽ നമ്മൾ പോകത്തില്ല. നമ്മുടെ ബിനിച്ചാൻ്റെ കട അതാണ്ട് ഈ ഏഷ്യൻ ടയേഴ്സിന് എഴുതിയേക്കുന്നുണ്ടോ? ഏഷ്യൻ ടയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബിനിച്ചാൻ നിൽക്കുന്നുണ്ട് ഇവിടെ. ഹലോ. ബിനിച്ചാൻ കണ്ടില്ല, പക്ഷെ ബിനിച്ചാനെ നമ്മൾ കണ്ടു. ബിനിച്ചാൻ ഇനി ഈ വ്ളോഗ് കാണുമ്പോൾ ബിനിച്ചാൻ നീയൊക്കെ എന്നെ പാസ് ചെയ്തിട്ട് പോയോ എന്ന് ബിനിച്ചാൻ ബിനിച്ചാനൊരു അടിപൊളി കടയുണ്ട് കേട്ടോ, കൊട്ടാരക്കര ഏഷ്യൻ ടയേഴ്സ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടയർ മാറാനുണ്ടെങ്കിൽ ഏഷ്യൻ ടയേഴ്സിൽ പോയാൽ മതി. ഉള്ള കടകളിലൊക്കെ അതിനേക്കാളൊക്കെ നിങ്ങൾക്ക് ഒരു ചീപ്പ് റേറ്റിൽ കിട്ടും. ചീപ്പ് റേറ്റിലും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ടയേഴ്സൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് ഞങ്ങളുടെ ബിനിച്ചാൻ്റെ കടയിൽ കയറാം. പിന്നെ എല്ലാം ആക്ടിവയുടെ ഉണ്ട്. എല്ലാം ബൈക്കിൻ്റെയും ടയേഴ്സ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ 2 വീലേഴ്സ് 4 വീലേഴ്സ് അതുപോലെ തന്നെ എല്ലാ വണ്ടികളുടെയും ടയേഴ്സ് അവിടെ അവൈലബിൾ ആണ്. സിയാറ്റ് എല്ലാം. എനിക്ക് അതിനെപ്പറ്റി വലുതായിട്ട് അറിയില്ല. എല്ലാം അവൈലബിൾ ആണ്. ആൻഡ് അവർക്ക് അതിന് ചെയ്യാനുള്ള പ്രോപ്പർ അതെ സ്റ്റാഫ്സും ഉണ്ട്. അതുപോലെ തന്നെ മെഷീനറീസും ഉണ്ട് കേട്ടോ. പിന്നെ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യും. അങ്ങനത്തെ ഒരുപാട് നല്ല വലിയ കടയാട്ടോ. നിങ്ങൾക്ക് ടയർ മാറണമെന്ന് തോന്നുവാണെങ്കിൽ കൊട്ടാരക്കര മറക്കണ്ട, ഏഷ്യൻ ടയേഴ്സിൽ വന്നാൽ മതി. അത് മാർക്കറ്റ് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്മി എഡിബിൾസ് ഇല്ലേ, ലക്ഷ്മി എഡിബിൾസിൻ്റെ ഓപ്പോസിറ്റ് അവിടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ന് വെച്ചാൽ പുതിയ ലക്ഷ്മി എഡിബിൾസിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ടയറൊക്കെ മാറണമെങ്കിൽ ബിനിച്ചാനെ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നേരെ അങ്ങോട്ട് പോയാലും മതി. അങ്ങനെ നമ്മുടെ അപ്പുണ്ണി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തോ കഠിനമായ എന്തൊക്കെയോ ചർച്ചയിലൊക്കെയാണ്, ഡിസ്കഷനിലൊക്കെയാണ്. എന്തായാലും നടക്കട്ടെ, നമുക്കിപ്പോൾ അവനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഇവരുടെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് അപ്പുണ്ണി അടുത്തൊന്ന് സംസാരിക്കാം. തോമസ് അങ്കിൾ കേട്ടോ, ഞങ്ങളെ എബിനച്ചാച്ചൻ്റെ പപ്പയാണ്. എബിനച്ചാച്ചൻ വന്നിട്ടുണ്ടോ? എബിനച്ചാച്ചൻ വൈകിട്ട് വരും. എബിനച്ചാച്ചനെ ഞാൻ പരിചയപ്പെടുത്താം. ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക.
അങ്ങോട്ട് നോക്കിയാൽ മതി, ഇങ്ങോട്ട് നോക്കണം. എടേ നിങ്ങളുടെ എൻഗേജ്മെന്റ് അല്ലേ, എന്താ പറയാനുള്ളത്? എൻഗേജ്മെന്റ് ടെൻഷനൊന്നും ഇല്ല, അത്രയല്ലേ. അതെ, ടെൻഷനൊന്നും പാടില്ല, നിങ്ങളുടെ സ്പെഷ്യൽ ഡേയാ. ടെൻഷനൊന്നും ഇല്ല, പക്ഷെ കൈയൊക്കെ തണുത്തിരിക്കും. ഇവിടെ നിങ്ങൾ കാമായിട്ടിരിക്കും കേട്ടോ, ഒരു കുഴപ്പമില്ല, നമ്മൾ ബാക്കപ്പിനുണ്ട്. തല ഇറങ്ങി വീണാലും ഞങ്ങൾ പിടിക്കാൻ കണ്ടിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചെറുക്കനെ കണ്ടല്ലോ, അവന് ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. അവൻ പറയുന്നത് വെച്ചാൽ അവന് ടെൻഷനൊന്നും ഇല്ലെന്നാ, പക്ഷെ എൻ്റെ കൈയൊക്കെ തണുത്തൊക്കെ ആയിരിക്കും. നമുക്ക് എന്താ ഇനി മുമ്പോട്ട് സംഭവിക്കാതെ നമുക്കിനി കണ്ടറിയാം. നമുക്കിനി കൂടുതൽ വിശേഷം അകത്ത് ചെന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതാണ് കുണ്ട്ര ശാലയമർത്തമ പള്ളി കേട്ടോ. അതിന് ഓപ്പോസിറ്റാണ് ഈ YMCAയുടെ ഓഡിറ്റോറിയം വരുന്നത്. പ്രിയപ്പെട്ടവർ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടെ നിങ്ങൾ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് കുണ്ട്ര ശാലയമർത്തമ ഇടവകയിൽ ബ്രാവറ ബി പ്രാർത്ഥന കൂട്ടത്തിൽ കല്ലുവട്ടാംകുടി വീട്ടിൽ മിസ്റ്റർ ജി തങ്കച്ചൻ്റെയും ശ്രീമതി റോസമ്മ തങ്കച്ചൻ്റെയും മകൾ ആൻസി തങ്കച്ചനും പാണ്ടിക്കട്ട താബോർ മാർത്തോമ ഇടവകയിൽ കുട്ടൻകുള കിഴക്കേതിൽ മിസ്റ്റർ രാജൻ മിസസ് ഓമന രാജൻ്റെയും മകൻ അനൂപ് രാജനും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2025 ജൂലൈ മാസം 21 തിങ്കളാഴ്ച 10:30 പാണ്ടിക്കട്ട താബോർ മാർത്തോമ പള്ളിയിൽ വെച്ച് നടത്തുന്നതിനാണ് ഇരു കുടുംബക്കാരിൽ നിന്നുള്ള ധാരണ. ഇതിന് പ്രത്യേകമായിട്ടുള്ള ലൈസൻസ് ഡയസീഷൻ എപ്പിസ്കോപ്പൽ എടുത്തിട്ടുണ്ട്. എന്നാലും എല്ലാവരും ഒരുമിച്ചുള്ള ഒരു കുടിയൊരുവിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ ഈ പ്രത്യേകമായ ഈ മീറ്റിങ്ങിൽ കാര്യങ്ങളായിട്ടുള്ള നമ്മുടെ ആൻസി
കൂട്ടായ്മയും സഹവാസം. ഇന്ന് ഇരു ഭവനങ്ങളും ചേർന്നെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ആ തീരുമാനത്തിന്റെ പൂർത്തീകരണമെന്നാണ് ഒരാഴ്ച നടക്കേണ്ടുന്നതായിട്ടുള്ള വിശുദ്ധ വിവാഹ ശുശ്രൂഷയോട് നടക്കേണ്ടുന്നതായിട്ടുള്ള വിരുന്നുകളോട് കടന്നു വരേണ്ടുന്നതായ രാത്രിയോടും പ്രിയപ്പെട്ട അനിയനോടും പ്രിയപ്പെട്ട അനുസരിക്കുന്നതും എപ്പോഴും എന്നെ ഉണ്ടായിരിക്കുന്നതാകട്ടെ. ഭക്ഷണ സ്ഥലങ്ങളും അതിനുശേഷം അവരോട് തന്നെ പ്രാർത്ഥിച്ചില്ല. അപ്പോൾ ഞങ്ങൾ താഴെ വരെ വന്നേക്കും അല്ലേ? ഞങ്ങൾ താഴെയല്ല, ഞങ്ങൾ മേളിലാണ്. താഴെ താഴെ മറ്റ് കലാപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വെറുതെ താഴെ ഒരു കൺജസ്റ്റഡ് ആക്കണ്ട. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ മേളിൽ കയറി വന്നു. ഞങ്ങളെല്ലാം ഫുഡൊക്കെ എടുത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ബാക്കി കാര്യങ്ങൾ ഇനി വിശേഷമായിട്ട് ഞാൻ പിന്നെ താഴെ ചെന്നിട്ട് അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണാം. മെനോറി ഏതാണ്ട് സോഫി ചേച്ചി വന്നിപ്പുണ്ട്. സോഫി ചേച്ചി ഹൈ. റോണി ചേച്ചി ഒരു ഹൈ. റോബിനോട് നിൽപ്പുണ്ട്. റോബിനോട് ഹൈ. ഇവിടെ വേറൊരുത്തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്നല്ലോ. ആൻറ്റിയുടെ മമ്മി നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പുണ്ണിയുടെ എൻഗേജ്മെൻറ്റും കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളിപ്പം ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടെ നിൽക്കും. അതിനുശേഷം ഞങ്ങളുടെ സ്ഥലത്ത് തിരിച്ചു പോകും. അപ്പോൾ എന്തായാലും അവൻ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ആയിരിക്കും. അവൻ പേടിയൊന്നുമില്ലട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞായിരുന്നു. അവനൊരു പേടിയില്ല. ഇനിയിപ്പം മറ്റന്നാളാണ് അപ്പുണ്ണിയുടെ കല്യാണം. നമുക്കെല്ലാവർക്കും വീട്ടിൽ പോകാം. ഞാനിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ അടിപൊളി കോണ്ടൻസ് ഒക്കെ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും നാളെ കാണാം. അതുവരയ്ക്കും ബൈ. അപ്പോൾ നമ്മളിപ്പം അപ്പുണ്ണിയുടെ വീട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നാളെയാണ് അവൻ്റെ കല്യാണം. അപ്പോൾ ഇന്ന് തലേന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാം ഇപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് അവിടെ പരിപാടി എന്ന് ഞാൻ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് സംഭവങ്ങളുണ്ട്. കുറച്ച് കോമഡികളൊക്കെ കാണും നിങ്ങൾ. എന്തായാലും നമ്മുടെ പഴയ ഗ്യാങ്ങൊക്കെ അവിടെ കാണുമായിരിക്കും. അപ്പോൾ നമുക്ക് തുടർന്നുള്ള വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് പറയാം. നമ്മളിപ്പോൾ ആരൊക്കെ ഉണ്ട് ഇതിനകത്ത് ജിബിൻ അച്ഛനുണ്ട്, ഏട്ടത്തിയുണ്ട്, അതുപോലെ ബപ്പയുണ്ട്. പപ്പയുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. തുടർന്നുള്ള വിശേഷങ്ങൾ ഞങ്ങൾ അവിടെ ചെന്ന് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ പുതിയ 2 പേരെയും കൂടെ പരിചയപ്പെടുത്താം. ഇതാണ് ജാസ്മിൻ ചേച്ചി, ഇതാണ് എബിൻ ചാച്ച. എബിൻ ചാൻ എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ കണ്ട തോമസ് ചാൻ്റെ മോനാണ് എബിൻ ചാൻ്റെ വൈഫാണ് ജാസ്മിൻ ചേച്ചി. അപ്പം നമുക്ക് നമ്മുടെ ചെറുക്കനിലോട്ട് പോകാം. ചെറുക്കോ, 2 വിശേഷങ്ങൾ എല്ലാം റെഡിയായോ? എന്തെങ്കിലും പറയാനുണ്ടോ നാളത്തിനെ പറ്റി? ടെൻഷനുണ്ടോ? നിങ്ങളെന്താ കല്യാണം കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തോളൂ. ഇല്ല, അതിട്ടില്ല. അത് ഇന്ന് വരും. ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലത്തോടെ ഞാൻ അതിടും. എല്ലാരും കൈയടിച്ച് പാസ്സാക്കി. നോക്കട്ടോ സൈസ് ആണെങ്കിൽ. എന്നാലും എന്തേലും ഒന്ന് പറയാൻ. പ്രീതിന് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവർക്കും അങ്ങ് പേടിയാന്നല്ലോ. ഞാൻ നിങ്ങളെ തിന്നത്തൊന്നുമില്ല. അതാണ് അപ്പുണ്ണിയുടെ ചേച്ചി കേട്ടോ. അതാണ് അപ്പുണ്ണിയുടെ ചേച്ചി. ഭയങ്കര ഷൈയാ. എൻ്റെ ഇവിടെ ഒരു സിബിച്ചാച്ചൻ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ നമ്മുടെ സ്വന്തം സിബിച്ചാച്ചൻ. എന്തെങ്കിലും പറയാനുണ്ടോ സിബിച്ച? സന്തോഷമാണ്.
എല്ലാവർക്കും സന്തോഷമാണ്. ആന്റി എന്തെല്ലാം പറയാനുണ്ടോ? ഇതാണ് അപ്പുണ്ണിയുടെ മമ്മി കേട്ടോ. എന്തെല്ലാം പറയാനുണ്ടോ ആന്റി? നാളെ തന്നെ സന്തോഷമാണ്, ഹാപ്പിയാണ്. യൂട്യൂബാ. ഹലോ ഗൈസ്, ഹലോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ബിൻഡോ. ഇതാണ് ബിൻഡോ. ഇവിടെ വ്ളോഗില്ല, നിങ്ങള് വ്ളോഗില്ല. ഫേമസ് ആയിട്ടാ എന്താന്ന് പറഞ്ഞൂടാ പിള്ളേർക്കെല്ലാം യൂട്യൂബ്. എടാ നീയൊക്കെ വ്ളോഗ് കാണുന്ന കാര്യമുള്ളൂ, അതിന് എന്താ കുഴപ്പം? എന്താ അങ്ങനെ റോബിൻ വന്നിരിക്കുകയാണ്. സുഹൃത്ത് റോബിനെ പറഞ്ഞോ. സന്തോഷം. നീ മുടി വെട്ടിച്ചോ? വെട്ടിച്ചോടാ? ആണോ? കല്യാണം കഴിഞ്ഞ് ട്രോൾ വീഡിയോസ് ഇറങ്ങുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. അത് അപ്പുണ്ണിയുടെ ഡെമോ കണ്ടിട്ട് നീ തന്നാ മതി, എനിക്ക് വർക്ക്. നമ്മുടെ അടുത്ത കുറച്ച് ആൾക്കാർ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ജിന്നുച്ചാന്, ഇതാണ് റോണി, ഇതാണ് നമ്മുടെ മെനോറി. എന്തി ചെറുക്കൻ എന്തി? അങ്ങനെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഗ്യാങ് പിന്നെ റീയൂണൈറ്റ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാ അവന്മാരും തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയാം. ഇതിപ്പം നമ്മുടെ അടുത്ത കുറച്ച് ചടങ്ങുകളിലോട്ടാണ്. നമ്മൾ മറ്റേ നൂലുണ്ടാക്കുവാണ് മറ്റേ മിന്നിന് വേണ്ടി. ചിനിച്ച ചെയ്തോ, അടച്ചോ. ഇതാണ് ഞങ്ങളുടെ മെറ്റിയെടുത്ത് എന്തോടെ മന്ത്രകോടി. നമ്മൾ മന്ത്രകോടി മടക്കാണ് നാളത്തേന്. ഇതാണ് ഞങ്ങളുടെ ആൻസി ചേച്ചി, അപ്പുണ്ണിയുടെ സിസ്റ്റർ. ഇതാണ് ഞങ്ങളുടെ അങ്കിള്, അപ്പുണ്ണിയുടെ പപ്പ. ഇതാണ് അപ്പുണ്ണിയുടെ അളിയൻ കേട്ടോ, ആൻസി ചേച്ചിയുടെ ഹസ്ബൻഡാണ് അച്ചാച്ചൻ. അച്ചാച്ചൻ ഇങ്ങോട്ട് നോക്ക്. വണ്ടിയുടെ ഗ്ലാസ് തട്ടി ചിനിച്ച എന്തിനാ ഗൂഗിൾ പേ ചെയ്തത്? ഓ അങ്ങനെ പോവാന്നോ? ബൈബിച്ചാൻ പോവാണേ. നാളെ കാണത്തില്ല, അപ്പൊ നമുക്ക് നാളെ കാണാം. അപ്പൊ ശരി, ബൈ ഗൈസ്. ജസ്മിൻ ചേച്ചി ബൈ, ടാറ്റ, ബൈ. ഉമ്മ എടുത്തേ. തീപ്പെട്ടിത്ത് കത്തിച്ച് എണ്ണിച്ചേക്ക് പയ്യൻ വടക്കോട്ട് നിന്ന്. ഇനി ചേച്ചി തിരിഞ്ഞേക്ക്. ആ മെനോറി അടുത്ത മെനോറി കൊടുത്താട്ടെ. ചെറുക്കന് ഇനി നമുക്ക് അമ്മയുടെ അടുത്ത് പോണം. അമ്മയുടെ അടുത്ത് വിടാ. അയ്യോ ഇപ്പൊ ചേച്ചിയുടെ മൂക്ക് ഇപ്പൊ പൊളിഞ്ഞാല്. മൂക്കല്ല, വണ്ടിയിൽ വീണിട്ട് ചുണ്ട് ഹലോ, ഇതാണ് ജുബിൻ അച്ചാച്ചൻ, ബഹ്റൈനിൽ നിന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ജിബിൻ അല്ല, ജുബേൻ. അയ്യോ എങ്ങനെ വീണാലും രണ്ട് കാലം. നാളെ തന്നെയുള്ള. എടാ അത് വീഡിയോയിൽ കാണിക്കാതെ. യു അഗൈൻ.
അവിടെ നിൽക്കുക ഗോളിന്ന് വെച്ചാൽ വെറുതെ കമന്റ് അടിച്ചോ. ഇവള് കണ്ടത് നീ കണ്ടോ നീ എവിടെ എടേ സിറിൽ ഇന്നലെ ഡാൻസ് കളിച്ചു, അത് നിങ്ങൾ ആരും കാലും കുനിയൊന്നും വേണ്ടടാ, കുനിഞ്ഞിട്ട് ഇങ്ങനെ ക്യാമറയിലോട്ട് നോക്കി പോകുന്നു. അതെന്തിനാണെന്നറിയാമോ? വീണ്ടും അതെന്തോ ചേച്ചിയാണ് തീരുമാനിക്കുന്നത്. ഇന്ന് സിറിലിന് കഞ്ഞിയില്ല. ഒന്നുകൂടെ പറയടാ. ഞാൻ വീഡിയോ ഓഫ് ആക്കുമ്പോഴേ പറയുന്നത്. ജാസ്മിൻ ചേച്ചി അഗൈൻ ഇന്നലെ നിന്നെ റോണി വല്ല ഇടിക്കുമല്ലോ നമ്മൾ അത്രയും തന്നെ വെയിറ്റ് നീ കളിച്ചോണ്ടിരുന്ന ഗെയിം പ്ലേ ഞാൻ കണ്ടിരുന്നില്ല. നീ ഒരു മലയുടെ താഴെ ഇരുന്ന് വെടി കൊണ്ടിട്ട് അവിടെ കിടക്കുന്നത് റോണി ഓടിപ്പോയിട്ട് വൈഫൈ ഓഫ് ആക്കി. എന്താ പ്രശ്നം? ഇവിടെ പബ്ജി കളിയുടെ കാര്യം പറയാ. നിങ്ങളുടെ കല്യാണോ നാളെ? ഇന്ന് ഇവർക്ക് ഫുഡില്ല, പണിഷ്മെന്റ്. ചായ ബജി നീ പറ 12 വെച്ച് വണ്ടി ഓഫായി എടാ, നിനക്ക് എളുപ്പമല്ലോ, അതിനകത്ത് നടന്നു തരാൻ ദൂരല്ലേ ഉള്ളൂ. ഏനാത്ത് നമ്മൾ ആറാട്ടുവഴിയല്ലേ? എന്റെ അടുത്ത് വന്നിട്ട് പറയൂ. ആണോ ചേച്ചി? അങ്ങനെയാണോ? മെറ്റി ഓൾസോ മെറ്റി എടുത്ത് വേണ്ട. ജാസ്മിൻ ചേച്ചി എന്നിട്ട് ഫോണിൽ വിളിക്കുക. നമ്മുടെ ഒന്നുകൂടി ഇരിക്കാലോ. ഇല്ല, മെറ്റി ചേച്ചി 8:30 ഫുഡ് കഴിക്കുന്നില്ല. 8 കഴിഞ്ഞ് 8:45, 9 മണി, 9:30. വ്ളോഗല്ല, ഉള്ള കുസൃതികളെല്ലാം പറയുന്നുണ്ട്. എൻഗേജ്മെന്റ് അന്ന് ഇപ്പൊ ബ്ലാക്ക് ഇട്ട്. അപ്പൊ ഞാൻ യൂണിഫോം ആണെന്ന് വെച്ചിട്ട് ഇന്ന് ഇടാന്ന് വെച്ചപ്പോ മുറിന്ന് ഇറങ്ങിയപ്പോ എല്ലാം ബ്ലാക്ക്. ജിവിനച്ചാൻ കുളിച്ചിറങ്ങിയപ്പോ മെറ്റി ബ്ലാക്ക് ഇട്ടിരിക്കുന്നു. എന്നാ പിന്നെ ഇവർ രണ്ടുപേരും കൂടെ ഇറങ്ങിയപ്പോ ഞാനും കൂടെ ഇറങ്ങിയപ്പോ ഞാൻ ഇവിടെ വന്നപ്പോ പൊട്ടനും ബ്ലാക്ക്. മൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ജാസ്മിൻ ചേച്ചി ഒരു പാട്ട് പാടിപ്പിക്കാം. ജാസ്മിൻ ചേച്ചി നല്ലൊരു പാട്ടുകാരിയാണ്. നിന്റെ വീഡിയോ താഴെ വന്നിട്ട് ആർക്കും കമന്റ് ഇടുന്നു. പ്രശ്നം അതല്ലടാ എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ഗോപന്. അത് ടോണി. ഇവിടെ നിങ്ങൾ കളിക്കുമ്പോ തന്നെ വിളി. നമ്മളൊക്കെ കുറച്ചുകൾ ചെയ്ത് എടാ എന്തോ തെളിഞ്ഞടാ അതിനകത്ത്. അത് ഞാൻ കണ്ടില്ലേ. എന്നാ രക്ഷപ്പെട്ടു. എല്ലായിരുന്നെങ്കിൽ സിറില് നാളെ ഏറില്ല. സൈലൻസിന് അവിടെ ഒരു വ്യൂ കാണിച്ചില്ല. ഒരു ഫോട്ടോ കാണിച്ചത് മനസ്സിലായി. എന്തുവാടാ കാര്യം പറഞ്ഞാൽ മതി. നോക്കട്ടെ എങ്ങനെയുണ്ടോ?
വായിക്ക്. ഇത് വായിക്ക്, 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 നീ വായിക്ക്. ചേച്ചി ഉറക്കെ വരും ഞാനെന്തിനാ കല്യാണം കഴിഞ്ഞ് വരുന്നതെല്ലാം കാണണം. ഞാൻ പറയാം. ഭർത്താവിനെ ഞാൻ ഒന്നും സുഹൃത്തുക്കൾക്ക് പറഞ്ഞിട്ടില്ല. മുന്നിൽ കളിയാക്കുന്നത് ക്രൂരതയ്ക്ക് തുല്യം. കേട്ടല്ലോ റോണി? ഞാൻ സത്യമായിട്ട് ഞാൻ വീഡിയോ വെച്ച് കൊടുക്കുകയാണ്. പൊട്ടിച്ചോ? സഖ്യത്തിന് ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞില്ലേ? അതൊന്നുമല്ല. ആ, അതന്നെ. നീ അറിഞ്ഞോ? ഒഡിഷി ഇനി ഞങ്ങള് തമ്മിലുള്ള ബന്ധം വെട്ടി. യോ ചേച്ചി നീ വീഡിയോ എടുക്കുക. ഇതൊന്നും വരത്തില്ല, ഇതൊന്നും ഞാൻ എടുത്തില്ല, ഇതൊക്കെ ഫിൽറ്റർ ചെയ്യും. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. അതല്ല, നാളെ നീയും ബന്ധം നീയും വെട്ടിയത്. കൂടെ ഇങ്ങനെ നിൽക്കുന്ന വീഡിയോ വെച്ച് വെച്ച് ഞാൻ ജനറേറ്റ് ചെയ്യും. റോണി പറഞ്ഞില്ലേ ബന്ധം പറ്റുന്ന അപ്പൊ ജിൻസ തലയിൽ ചിരിക്കുന്നു. നല്ല കൊച്ചിൻ കരഞ്ഞോടാണ് സംഭവം ചിരിക്കുന്നത്. ഞാൻ ഒന്നും തിന്നുന്നില്ല. ഞാൻ കാണിക്കും. നിന്റെ expression ഞാൻ കാണാം. കാണിച്ചാ ഇവരാരും ശ്രദ്ധിച്ചാണ്. അച്ഛാ ഇത് യൂട്യൂബിലുള്ളതാ, അത് കുഴപ്പമില്ല. കാണിക്കണം. കാണിക്കാൻ പറഞ്ഞ ചേച്ചി ഇത് ഞങ്ങളെ ജിമിച്ചാർ ബാക്കിന്ന് എന്നെ പറയല്ലേ. സിബി നോക്കിയപ്പോഴേ ഒരാളെ മാത്രം വെറുതെ വിടണ്ട. വണ്ടി ഭയങ്കര എന്താ ആവശ്യം കീറ്റിയതാണോ? അക്കൗണ്ട് പേര് ചക്ക മാള് പോയല്ലോ. വ്യക്തിയുടെ പേരെന്തോ? നല്ലോണം ഫോട്ടോ വിടും. ഞാൻ കേട്ടതാ. അടുത്ത വർഷം പേരിലായിരിക്കും. നമ്മള് പാവങ്ങളാണ്. നിങ്ങള് വലിയ പാട്ട് റോണി ചേച്ചി പണ്ട് പേരിലില്ലായിരുന്നോ? അത് പണ്ടല്ലയോ? അത് പണ്ടല്ലയോ? ഉണ്ടായിരുന്നല്ലോ. അച്ഛൻ പറഞ്ഞു ഇവർക്ക് മൈക്കിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞപ്പോ പിന്നെ ഒരാളെ ഔട്ടാക്കി. അതല്ല ഞാൻ കാണാൻ റോണി തലറങ്ങി വീഴുന്ന പോലെ. അത് പോയത് നിന്നല്ല. അത് പോയതല്ല, ഫ്രണ്ടിൽ നിന്ന്. ഞാൻ ജില്ലിങ്ങനെ പോകുന്നു. അന്ന് ഞാനും ചെന്നപ്പോ യാതൊരു ബന്ധവുമില്ല. അല്ലല്ല ആമ്പിളർ സൈഡ് ഫ്രണ്ടിൽ നിന്ന് ആമ്പിളർ സൈഡ് നിൽക്കുവായിരുന്നു. ഞാൻ നോക്കിയപ്പോ റോഡി അതിപ്പോഴൊന്നും അല്ലേ. പാടിപ്പാടി അങ്ങ് വീണു. ഞായറാഴ്ച രാവിലെ അവിടെ പള്ളിയിൽ ചെറിയൊരു ഷോർട്ട് സർവീസ് ഇതൊക്കെ ഇടല്ലേ? പിന്നെ ഇടണം. അവിടെ പോടാ ചെറുക്കനൊക്കെ വാതുന്ന കൗണ്ടറടിയാ. ഈ വ്ലോഗിനകത്ത് ഒരു 10 വട്ടമെങ്കിലും അഭിനയിച്ചാൽ ഈ കഥ. ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നതിൽ അറിയില്ലേ? സീറ്റ് ജിനിച്ചന്റെ എനർജി മൊത്തം കഴിഞ്ഞു. ഇപ്പൊ ഇരിക്കും, പിന്നെ കിടക്കും, പിന്നെ ഈ അന്നത്തോടുകൂടെ പ്രത്യേകിച്ച് നാളെ പ്രിയപ്പെട്ട അനോടും യജമാനായി ഭവനങ്ങളോടും കൂടി വരുന്ന എല്ലാവരും ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോണ സുഹൃത്തുക്കളെ.
നമുക്കിന്ന് ആരാ പനവിള കാറ്ററേഴ്സ് അല്ലേ? പനവിള കാറ്ററേഴ്സ് ആണ് നമുക്കിന്ന് ഫുഡ് റെഡിയാക്കി വെച്ചേക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോണ്ടേ ചേച്ചി രണ്ടരി കൂടുതൽ ചേച്ചി എടുക്കത്തില്ലേ? രണ്ട് തവി എന്ന് പറയുമ്പോൾ ഫുഡിൽ ആൾക്കാർ You again? കറക്റ്റ് സ്ഥലത്താണ് നീക്കി ഇരിക്കുന്നത് കേട്ടോ. എടാ നിങ്ങളെ കിട്ടത്തില്ല, അവന്മാരെ കിട്ടും. മെനോറി ഇതാണ് പനവിള കാറ്ററിംഗ് സർവീസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി കല്യാണത്തിന്റെ തലേന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിനി എല്ലാവരും വീട്ടിൽ പോകാൻ പോകും. അവർക്ക് അതാ താല്പര്യമെങ്കിൽ അവർ അത് കളിക്കട്ടെ. നമ്മളെന്തിനാ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? അതാകുമ്പോ ഒരു 50 പേരിനകത്തുള്ള 2 പേര് പറഞ്ഞ് 48 ബോട്ടായി. പിന്നെ 2 ബോട്ട് കിട്ടി. അപ്പൊ 2 കില്ലി എടുക്കാം. അത് മികച്ച ഒരു അപ്പൊ ആൻസി ചേച്ചി ബൈ ബൈ. ശരിയെങ്കിൽ എല്ലാവരും ശരി എന്നാ. ഇതിന് എത്ര ഘട്ടം വിറ്റ് കഴിഞ്ഞാലും കൂടെ ഇന്ന് 2025 ജൂലൈ 21 കേട്ടോ. ഇന്നാണ് നമ്മുടെ അപ്പുണ്ണിയുടെ കല്യാണം. അപ്പോൾ എൻഗേജ്മെൻറ്റ് വീഡിയോ ആണെങ്കിലും കല്യാണ തലേന്നത്തെ വീഡിയോ ഒക്കെ ആണെങ്കിലും ഞാൻ ഇന്നാണ് അപ്ലോഡ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻഗേജ്മെൻറ്റ് വീഡിയോ ആണെങ്കിലും അതുപോലെ കല്യാണ തലേന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നാണ് അവൻ്റെ ലൈഫിലെ ദ ബെസ്റ്റ് ഡേ എവർ. അപ്പോൾ അപ്പുണ്ണി എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നീ അടിച്ചു പൊളിക്കും, നീ ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നീ ലൈഫിൽ ഒരുപാട് സക്സീഡ് ചെയ്യും. അതുപോലെ തന്നെ നീ ഭയങ്കര ലക്കിയാണ്. മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിൻ്റെ കുടുംബജീവിതം അത് അടിപൊളിയാവട്ടെ. അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന വിവാഹ ശുശ്രൂഷയൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. എല്ലാ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചേച്ചിയോടും പറയുവാണ് എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. അപ്പോൾ തുടർന്നുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ നിങ്ങളെ അറിയിക്കും. ഇന്നാണ് കല്യാണം. ഇന്ന് ഞാൻ വീഡിയോ എല്ലാം എടുത്തെല്ലാം റെഡിയാക്കിയിട്ട് നാളെ ഞാൻ കാണിക്കും എന്തൊക്കെയായിരുന്നു നമ്മുടെ അപ്പുണ്ണിയുടെ കല്യാണത്തിലെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കും. നമുക്കിനി എല്ലാവർക്കും നാളെ കാണാം. അതുവരയ്ക്കും ബൈ.